തുടർഭരണം നേടുമെന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി. അതോടെ UDFന്റെ സ്ഥിതി അധോഗതിയാവും. കോൺഗ്രസ് പാർട്ടിയിൽ പലരും പരസ്പരം കീരിയും പാമ്പുമെന്നും ആരോപണമുണ്ട്. തിരുവനന്തപുരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല. TS ഹരികൃഷ്ണ വിശദവിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണ, പാർട്ടിയെ ഒരു വിധത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഒരു പരിധിവരെ ഇത് വാസ്തവമാണ് എന്ന് അംഗീകരിക്കാമോ? പാർട്ടിക്കുള്ളിൽ ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണോ? മോത്തി, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു DCC പ്രസിഡന്റ് കോൺഫിഡൻസ് ആണ് ഈ ശബ്ദരേഖയിൽ നമുക്ക് പറയാനുള്ളത്. അതായത് തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുമ്പോൾ പാർട്ടിയുടെ ഗതി അധോഗതിയാകുമെന്നൊരു DCC പ്രസിഡന്റ് ഫോണിലൂടെ തിരുവനന്തപുരത്ത് തന്നെ പുല്ലമ്പാറയിലുള്ള ഒരു പ്രാദേശിക നേതാവിനോട് പറയുന്ന ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. LDFന്റെ ഭരണം തുടരും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കാശ് കൊടുത്ത് കുറെ വോട്ടുകൾ വാങ്ങും, അതുകൂടി കഴിയുമ്പോൾ LDFന്റെ ഭരണം കൂടി തുടരുമ്പോൾ ഈ പാർട്ടിയുടെ ഗതി അധോഗതിയാകും എന്ന് ഒരു DCC പ്രസിഡന്റ് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് വേണം ചിന്തിക്കേണ്ടത്. ഓരോ മണ്ഡലത്തിന്റെ കാര്യവും പഞ്ചായത്തുകളുടെ കാര്യമൊക്കെ ഉദാഹരണമായി DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ വാമനാപുരം മണ്ഡലത്തിന്റെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി, അവിടെ പ്രവർത്തിക്കാൻ ആളുകളില്ല എന്നുള്ള ഒരു വസ്തുതയൊക്കെ തുറന്നു പറയുകയാണ് DCC പ്രസിഡന്റ്. കയ്യിലുള്ള പഞ്ചായത്ത് പോലും നഷ്ടപ്പെടുമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നന്ദിയോട് പഞ്ചായത്ത് UDFന്റേതാണ്, അത് നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് DCC പ്രസിഡന്റ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്.